അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രി. ദിവസവും ആയിരക്കണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലെന്നാണ് പരാതി. ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തിയിട്ടും താലൂക്ക് ആശുപത്രിയുടെ അതേ സ്ഥിതിയാണ് എന്നാണ് ആക്ഷേപം. ദിവസവും 1500-ലധികം രോഗികളെത്തുന്ന തിരൂർ ജില്ലാ ആശുപത്രിയിൽ ആകെ 2 OP ടിക്കറ്റ് കൗണ്ടറുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇതോടെ പലപ്പോഴും ജില്ലാ ആശുപത്രിയിലെ OP ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുട്ടികളുടെയും സ്ത്രീകളുടെയും ബ്ലോക്കിൽ വൈദ്യുതി മുടങ്ങിയാൽ പ്രവർത്തിക്കാനുള്ള ജനറേറ്റർ തകരാറിലായിട്ട് മാസങ്ങളായി. പ്രസവ വാർഡും കുഞ്ഞുങ്ങളുടെ ICU ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതും ഈ കെട്ടിടത്തിലാണ്. ചെറിയ കുട്ടികളാണ്, 1 വയസ്സ് ആയത്, 10 മാസമായത്, പ്രസവിച്ച കുട്ടികൾ എത്ര പോരുണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കണം. ഇന്നലെ പ്രസവിച്ചവരും മിഞ്ഞാന്ന് പ്രസവിച്ചവരും ഓർക്ക് ICUയിൽ ഇടണ 3-4 കുട്ടികളുണ്ട്. ഈ കറണ്ട് പോയാൽ ആ ICU എന്താ ചെയ്യലോ ഓര്? അപ്പോൾ അവർക്ക് ഈ ചൂട് തട്ടണില്ലല്ലോ. അത് ഡേഞ്ചർ ഏരിയ ഇവിടെയാണ്. ചെറിയ വൈദ്യം മക്കൾ ഡെലിവറി നടക്കുന്നത് അതൊക്കെയാണ് ഭയങ്കര ഡേഞ്ചർ. ആ സമയത്തൊക്കെ എപ്പോഴാണ് ഏതാ സമയം എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അവർ പോലും ലാബ് റൂമിൽ ഇരുട്ടത്ത് ടോർച്ച് അടിച്ചിട്ടായിരിക്കുന്നത്. മതിയായ സൗകര്യമില്ലാതെയാണ് കാഷ്വാലിറ്റി ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഡോക്ടേഴ്സിന് പോലും ശരിക്കും ഇരുന്ന് തിരിയാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഒരു പെട്ടിക്കൂട്ടിൻ്റെ ഉള്ളിൽ സാറ് ഇരിക്കണേ, അപ്പുറത്ത് ഒരു പെട്ടിക്കൂട്ടിൻ്റെ ഉള്ളിൽ 2-3 സിസ്റ്റർമാർ. പിന്നെ ഈ വീൽചെയറൊക്കെ ഉന്തി വന്നാൽ നിൽക്കാനും സ്ഥലമല്ല, ഇരിക്കാനും സ്ഥലമല്ല. അതേസമയം പ്രഖ്യാപനത്തിൽ ജില്ലാ ആശുപത്രിയായെങ്കിലും താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ ജില്ലാ ആശുപത്രിയിലുള്ളൂവെന്നും സംസ്ഥാന സർക്കാർ ജില്ലാ ആശുപത്രിക്ക് ആവശ്യമായ പരിഗണന നൽകുന്നില്ലെന്നും MLA കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. ഈ 2 ഗ്രേഡിൻ്റെ വർധന വന്നിട്ടും ഈ താലൂക്ക് ആശുപത്രിയായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പുറത്ത് ബോർഡ് മാത്രമേ ഉള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങൾ അനുസരിതമായി ലഭ്യമായിട്ടില്ല. OP ടിക്കറ്റ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. മീഡിയ 1 തിരൂർ.